ഞാൻ ഇന്ന് അത്യാവശ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന്, ദൈവസഭയുടെ എല്ലാ തവണയും ദൈവസഭയുടെ ഭാവിയെക്കുറിച്ച് ഒരു കൺസേൺ എനിക്കുണ്ട്. എല്ലാ ദിവസവും സംസാരിക്കും. ഇന്നും അത്തരം ചില വസ്തുതകളാണ്. പക്ഷേ പൊതുവെ സ്ത്രീകൾ എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തോട് ബന്ധപ്പെടുത്തി ദൈവസഭയ്ക്കുണ്ടാകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനും അതനുസരിച്ച് വേണ്ട ഒരു ലോകവീക്ഷണം, വേൾഡ് വ്യൂ എന്ന് പറയും, അത് നിങ്ങൾക്കുണ്ടാകുവാനുമാണ്. അതിലൊരു ലോകവീക്ഷണം ഞാൻ ഉണ്ടാക്കി അങ്ങോട്ട് തരാനല്ല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തർക്ക വിഷയമോ അല്ലെങ്കിൽ ചിലപ്പോൾ പലവിധമായ ആശയങ്ങളുള്ളൊരു വിഷയമൊക്കെ ആയിരിക്കാം ഞാൻ അങ്ങ് പറയാൻ പോകുന്നതെങ്കിലും ഇതിലൊരു ആശയം നിങ്ങളെ അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. നിങ്ങൾക്കുത്തമെന്ന് തോന്നുന്ന ഒരാശയത്തിലോട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാനുള്ളൊരു സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ ഒരാശയത്തിൽ നിന്ന് മറ്റൊരാശയത്തിലേക്ക് ഒരാൾ മാറുന്നത് ആ സമയത്ത് ആ മാറുന്ന ആശയത്തിൽ എന്തെങ്കിലും ചില പ്രത്യേകതകളൊക്കെ കണ്ടിട്ടായിരിക്കും. ഉദാഹരണത്തിന്, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് അതിലും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്നിട്ടുള്ളത് ഇസ്ലാമിലേക്കാണെന്ന് മനസ്സിലാക്കേണ്ടി വരും, റേഷ്യോ വെച്ച് നോക്കിയാൽ. ഈ മാറ്റം വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതെ, ക്രിസ്ത്യാനിത്വത്തിലേക്ക് മാറ്റം വന്നത് ചിലപ്പോൾ നമുക്ക് പറയാം ദൈവത്തെ മനസ്സിലാക്കിയിട്ടാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടായിരിക്കാം, ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടായിരിക്കാം എന്നൊക്കെ. പക്ഷേ ഇസ്ലാമിലേക്കോ എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഒന്നുകിൽ അവിടെ ദൈവം ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുതകൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഇവിടെയാണ് ഞാൻ ആ ഒരു വസ്തുതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നു? ഇപ്പോൾ നമ്മൾ നോക്കുക, ഇറാനിൽ ഇസ്ലാം വിട്ടുപോയ സംഖ്യ വളരെ കൂടുതലാണ്. ഞാൻ ഇന്ന് ഈ ഒരു വിഷയത്തിലേക്ക് എത്താൻ പല സ്വാധീനങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന ഗ്രൂപ്പിൽ സംസാരിച്ച ചില വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടൊരു വസ്തുതയുണ്ട്. ഞങ്ങൾ ഒരാളിനോട് സംസാരിക്കുമ്പോൾ, ഞാനും സുഷമയുള്ളപ്പോൾ തന്നെ, ഇറാനിലെ അവരൊരു പേര് കേട്ട ഒരു സ്ഥലമുണ്ട് മുസ്ലിങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് വന്ന ഒരാൾ പറഞ്ഞൊരു അനുഭവം. അവിടെ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടെ പുരുഷന്മാരെ കുറിച്ച് അവർക്ക് വലിയ വിശ്വാസമാണ്. പക്ഷേ സ്ത്രീകൾ അവിടെ ആയുധം കൊണ്ടുപോവുകയും അവിടെ അക്രമം അല്ലെങ്കിൽ സൂയിസൈഡ് ബോംബിങ് ചെയ്യുമെന്നുള്ളൊരു ഭയം അവർക്കുള്ളത് കൊണ്ട് സ്ത്രീകളെ അവർ കൂടുതലും ശരീര പരിശോധന നടത്തും. പ്രായം കുറഞ്ഞവർക്ക് കൂടുതൽ പരിശോധന. കാര്യം അവരാണ് ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളത്. ശരിയാണ് അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ കൊച്ചു പിള്ളേർ പൊട്ടിത്തെറിക്കാറുണ്ട്. അതുകൊണ്ട് ആ പ്രായത്തിലുള്ളവർക്ക് ദേഹപരിശോധന കൂടുതലാണ്. സാധനം ഏകദേശം മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു കുടുംബം, ഞാൻ നിങ്ങൾ സംസാരിച്ച കുടുംബം പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങളോട് സംസാരിച്ച അവരുടെ മകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-21 വയസ്സുണ്ട്, അവർ അപമാനിക്കപ്പെട്ടു എന്ന് ഒത്തിരി പരാതിയായിട്ട് ദേഷ്യത്തോടെയൊക്കെ അമ്മയോട് സംസാരിച്ചു എന്ന് അവർ പറഞ്ഞു. അവരതൊരു തമാശ രൂപേണ എടുത്തിട്ടേ ഉള്ളൂ. ഈ രണ്ടുപേരെയും സ്ഥാനത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്താ നടക്കുന്നത്. ഞാൻ ആ സംഭവം എന്ന് പറഞ്ഞതേ ഉള്ളൂ, സംസാരത്തിലുണ്ടായ സംഭവത്തിൻ്റെ പൂർണ്ണരൂപം. എന്നാലും മനസ്സിലാക്കിയൊരു വസ്തുത, ഇസ്ലാം വിട്ടുപോയവരെല്ലാവരും ക്രിസ്ത്യാനിത്വത്തിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ വേറൊരു മതത്തിലേക്ക് എത്തിയിട്ടില്ല. അവര് ഈ ദൈവമല്ല, അല്ലെങ്കിൽ ഈ വിശ്വാസം നമുക്ക് പറ്റിയതല്ല എന്ന് മാത്രം മനസ്സിലാക്കി അതിന് പുറത്തേക്ക് പോയിട്ടേ ഉള്ളൂ. ഒന്നുകിൽ അവരുടെ മനസ്സിലൊരു ദൈവമില്ല, അതല്ലെങ്കിൽ ഒരു ദൈവമുണ്ട്, ഒരു മതമില്ല, അല്ലെങ്കിൽ ഒരു ദൈവമുണ്ട്, ഒരു മതമുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് അവരെത്തിയിരിക്കുന്നത്. ഇനി പോയവരെല്ലാം ക്രിസ്ത്യാനിത്വത്തിലേക്ക് പോയ വലിയൊരു സമൂഹമുണ്ട്. അവരെല്ലാം കുറേ പേര് ദർശനങ്ങൾ കണ്ടിട്ടാണ് പോയത്, ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടായിട്ടാണ് പോയത്. എന്നാൽ വേദപുസ്തകം മുഴുവൻ വായിച്ചിട്ടാണല്ല, അതിന് അവിടെ ലഭ്യം പോലും അല്ല എല്ലാവർക്കും. ചിലപ്പോൾ കുടുംബത്തിൽ ഒരാൾ മാറിയിട്ടായിരിക്കാം മറ്റേ ആൾ ബാക്കിയുള്ളവരെല്ലാം ആ വിശ്വാസത്തിലേക്ക് മാറാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവർ കടന്നു വന്ന ഒരു രീതി
അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും പിൻപറ്റുന്ന മതം അതിൽ പിൻപറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവന് വരെ ആപത്താണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും. അപ്പോൾ ആ ഒരു രീതി അവലംബിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മറ്റൊരു വസ്തുത, സമൂഹത്തിൽ അവർക്കുണ്ടാകുന്ന ചില മാറ്റം, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നൊരു മാറ്റം. ഇന്ന് സാധാരണ ജീവിതം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജനം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതല്ല, അത്യാവശ്യം ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളും ഉള്ള ഒരു സ്ഥലത്താണെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള സ്ഥലമാണ് ഇന്ത്യ. അവിടെ എന്തുകൊണ്ട് ഇത്ര മാറ്റങ്ങൾ നടന്നു? നിങ്ങൾ സിഖ് സമൂഹത്തെക്കുറിച്ച് നോക്കുക, തമിഴ്നാടിനെ കുറിച്ച് ചിന്തിക്കുക, കർണാടകയെ കുറിച്ച് ചിന്തിക്കുക. ഈ സ്ഥലങ്ങളിലൊക്കെ എന്തുകൊണ്ട് ഈ മാറ്റങ്ങൾ നടന്നു? സമൂഹത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം. മനസ്സിലാകുന്നുണ്ടോ? അവർ അംഗീകാരമെന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ ഞാനതിനെ പൂർണ്ണമായിട്ട് ഒരു അംഗീകാരമെന്ന് പറയുന്നില്ല. ഞാൻ അതിനെ എന്തെന്ന് പറയുന്നറിയാം. സമൂഹത്തിൽ നേരത്തെ അവരെ പുച്ഛിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ തള്ളപ്പെട്ടുകൊണ്ടിരുന്നു. ആ തള്ളപ്പെടൽ അവർ അനുഭവിക്കുന്നില്ല ഇപ്പോൾ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. എനിക്ക് ഈ വാക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. കഴിഞ്ഞ ആഴ്ച വരെ അവൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു വേടനാണെന്ന്. ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു വാക്കായതുകൊണ്ട് അത് ഉപയോഗിച്ചു. അതിന് ഒരു അവഗണന ഉണ്ടായിരുന്നു, അതിനൊരു അപകർഷത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവൻ പറയുന്നത് ഞാൻ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമാണ് എന്ന് പറയുമ്പോൾ അവൻ ആദ്യം ലഭിച്ചുകൊണ്ടിരുന്ന അവഗണനയില്ല. എന്നാൽ പരിഗണനയുണ്ടോ അതവൻ പിന്നെ അറിയും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചങ്ങനാശ്ശേരിയിലുള്ള പ്രത്യക്ഷ രക്ഷ ദൈവസഭ. കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പോയിക്കറിയാമോ? ഇല്ല. വേണമെങ്കിൽ പോയെന്ന് സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് നല്ലൊരു ചില തിരിച്ചറിവുകൾ ലഭിക്കും. ഇതേ പ്രതീക്ഷയിൽ സാമൂഹിക അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് പറഞ്ഞ് അവർ ഈ കാട്ടിൽ നിന്ന് ഈറ്റ വെട്ടിക്കൊണ്ടുവന്ന് വട്ടി കുട്ട ഒക്കെ ഉണ്ടാക്കുന്ന ആ വർഗം, അതിന് പേരൊക്കെ ഉണ്ട്, നിങ്ങൾ സ്വയം എഴുതി വെച്ചാൽ മതി. അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് അയാൾക്ക് തോന്നി സാമൂഹ്യ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന്. പ്രത്യക്ഷ PRDS കോളനി ചങ്ങനാശ്ശേരി എന്നാ പോകേണ്ടത്. അതെ, ചങ്ങനാശ്ശേരി ഇറങ്ങിയിട്ടാ പോകേണ്ടത്. ഇരവിപുരം കറക്റ്റ്. അല്ലല്ല, പ്രത്യക്ഷ PRDS എന്നാ പേര്. വേണം ഇപ്പൊ സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പൊ വേണ്ട, വെളിയിലോട്ടിറങ്ങിയിട്ട് സെർച്ച് ചെയ്തോ. അവർക്കൊരു കോളനി ഉണ്ട്, ഒരു 4 or 5 നിലയുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ പോയിട്ടുണ്ടല്ലോ. ഞാൻ പോയത് ഇതുമായിട്ടുള്ള ബന്ധത്തിൽ പഠിക്കാനൊന്നും പോയതല്ല. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ സുഹൃത്ത് അവിടെ കയറാതെ പ്രതിഷേധിച്ച് നടക്കുന്ന ഒരു നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ ഇപ്പം വളരെ ഭംഗിയായിട്ട് അവിടെ പോയി ഭക്തനായിട്ട് തൊഴുത് മടങ്ങി വരുന്നുണ്ട്. സുകുമാരൻ എന്നാണ് പേര്. ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണും. പക്ഷെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, മറ്റേ സമൂഹത്തിലോട്ട് പോകുമ്പോൾ ഉള്ള അവഗണന മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം കയറിയ സമൂഹത്തിൽ പ്രത്യേകിച്ച് പരിഗണനയൊന്നും ഇല്ല. ഇവിടെ ഇനി ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ അവിടുന്ന് ഒരു പെണ്ണിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചാലേ ഒക്കുമെന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ ഇദ്ദേഹം വേറെ ഒരു സഭയായിട്ട് അതൊക്കെ അങ്ങോട്ടങ്ങ് മാറി. അത് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ട്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും അത് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വസ്തുത, കണക്കുകൾ അനുസരിച്ച് പറഞ്ഞാൽ തന്നെ ബാല്യകാല മതത്തിൽ നിന്ന് വിട്ടുപോകുന്നവരിൽ കൂടുതൽ സ്ത്രീകളായിരിക്കും പുരുഷന്മാരായിരിക്കും? സ്ത്രീകളാണ്. ഒരു 3-4 വർഷം, ഈ അടുത്ത 3-4 വർഷമായിട്ടുള്ള കണക്കാണ്. അതിന് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, പുരുഷന്മാരായിരുന്നു.
ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ, ഈ എൻ്റെ ഒരു ചിന്താഗതിയാണ്, പിശാചിൻ്റെ ലക്ഷ്യത്തിലോട്ടാണ് ഇത് പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം സ്ത്രീകൾ ഇതിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് മാത്രമല്ല, പുരുഷന്മാർ യാഥാസ്ഥിതികരായിട്ട് കുറേ പേര് മാറുന്നുണ്ട്. പോകുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്, പുരുഷന്മാരുടെ എണ്ണം കുറവാണ്. ആ കുറവായിരിക്കുമ്പോൾ യാഥാസ്ഥിതികരായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിൽക്കുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടുതലാണ്, വിശ്വാസത്തിൽ നിൽക്കുന്ന സ്ത്രീകളുടെ എണ്ണം കുറവാണ്. ആ പുരുഷന്മാരിൽ കൂടുതൽ പേരും യാഥാസ്ഥിതികയിലേക്കാണ് പോകുന്നത്. യാഥാസ്ഥിതിക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പുരോഗമന ആശയങ്ങളിൽ കൂടെ ഉള്ള ഒരു വിശ്വാസത്തിലോട്ടല്ല, അതിലും കുറച്ചുകൂടെ പഴകിയ വിശ്വാസ സമ്പ്രദായങ്ങളിലേക്ക് പോകാനാണ് അവർക്ക് താല്പര്യം. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ തീവ്ര വലദോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തീവ്ര വലദോഷവും തീവ്ര ഇടദോഷവും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ടും ഭ്രാന്താണ്. അത് വേണമെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് ഇത് കഴിഞ്ഞിട്ട് ഇരുന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പാടായിരിക്കും, പക്ഷേ നിങ്ങൾ ഈ ലോകത്തെ ചരിത്രം മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. യേശുക്രിസ്തു സ്നേഹിച്ചൊരു ഭവനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ആ ഭവനത്തിൽ സ്നേഹിച്ച 2-3 പേരുണ്ട്. ആ സ്നേഹിച്ചു എന്ന് പറഞ്ഞ വാചകം എഴുതിയേക്കുന്നിടത്ത് മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറേയും സ്നേഹിച്ചു എന്ന് എഴുതിയേക്കണം. ഇന്നത്തെ ആൾക്കാർ പേര് എഴുതി ആരുടെയൊക്കെ പേരെഴുതും? മാർത്തയുടെ പേര് വെട്ടും, ലാസറിൻ്റെയും മറിയയുടെയും പേരെഴുതും. എന്തിനാ? അവർ മുമ്പിൽ ഇത്രയേ ഉള്ളായിരുന്നു. മാർത്തയെക്കുറിച്ച് വേണമെങ്കിൽ അടുത്ത വേറെ ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയും, ഞാനവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ട് മാർത്ത ലാസറിനടുത്ത് പോകുന്ന ഓരോരുത്തരെയൊക്കെ വിളിച്ചുകൊണ്ടോ എനിക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാനും നോക്കത്തില്ല എന്ന് പറയുന്നത് ഞാനിങ്ങനെ കേട്ടു എന്ന് വരെ സാക്ഷ്യം പറയും. എന്നാൽ ഈ മാർത്തയുടെ മരണത്തിന് വന്ന് പറയാൻ പോകുന്നത് എന്താ? ഞാൻ ഏറ്റവും കൂടുതൽ ഈ സ്ഥലത്ത് സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ 3 വാക്കുകൾ ഓർത്തോണം കേട്ടോ. എവിടെ ചെന്നാലും കണ്ണ് ഉളച്ചടിക്കാം. കഴിഞ്ഞ ആഴ്ച സാജുവിൻ്റെ ഫ്രണ്ട് വന്നപ്പോഴും സുഹൃത്ത് വന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ്. ഈ 3 വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ വിചാരം? യേശുക്രിസ്തു അവരെ സ്നേഹിച്ചെങ്കിലും ആ വീട്ടിൽ ദുഃഖം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ രോഗം ഉണ്ടായിരുന്നു. ആ വീട്ടുകാർ പ്രാർത്ഥിച്ചിട്ട് ഉദ്ദേശിച്ച ദിവസവും അതിനടുത്തോ കിട്ടിയില്ല. അവരേറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത യേശുവിൻ്റെ അടുത്തേക്ക് ആളിനെ വിട്ടിട്ട് നല്ലൊരു മറുപടി കിട്ടിയോ? ഇല്ല. നിലവിളി ഉണ്ടായോ? ഉണ്ടായി. ആശ്വാസം ഉണ്ടായോ? ഉണ്ടായി. യേശു സ്നേഹിക്കുന്നത് ഇതൊന്നും ഇല്ലാതാകുന്ന ഒരു സംഭവമാണെന്ന് വിചാരിക്കരുത്. യേശു സ്നേഹിച്ചാൽ അത് യേശുവിനൊരു ഉദ്ദേശം ഉണ്ടെന്ന് മാത്രമേ മനസ്സിലാക്കൂ. യേശു അധികം സ്നേഹിച്ചാൽ ഉദ്ദേശം വലുതാണെന്ന് മനസ്സിലാക്കും. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 12:9 ഒന്ന് വായിച്ചാൽ അവിടെ മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. സാധാരണക്കാരെ നേടുന്നൊരു സംഗതിയല്ല അവിടെ നടന്നത്. മതി. യേശു അപ്പോൾ വന്നതേ ഉള്ളൂ. അതിന് മുകളിലോട്ടുള്ള വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ വായിച്ചാൽ മനസ്സിലാവത്തില്ല. യേശു അപ്പോൾ വന്നേ ഉള്ളൂന്ന് ഇപ്പോൾ വായിച്ചാൽ മനസ്സിലാവത്തില്ല. യേശു ഇപ്പോൾ വന്നേ ഉള്ളെന്ന് ഇപ്പോൾ വായിച്ചാൽ മനസ്സിലാവത്തില്ല. ചിലർക്ക് എന്നാലും നിർബന്ധമാണ് ഇപ്പൊ തന്നെ വായിച്ചു നോക്കുമെന്ന്. ഇവൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ കാണുന്നുള്ള. വാശി, വൈരാഗ്യം, ഒന്ന് മാറി തല കഴിച്ചുകൊണ്ട് കറക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. ആ വന്നവരെ കാര്യം ശ്രദ്ധിച്ചോ? അവരാരെ കാണാനാ വന്നേ? യേശുവിനെ മാത്രമല്ല, ലാസറിനെ കാണാൻ 2 ദിവസം മുമ്പ് വന്നുള്ളായിരുന്നു. ലാസറിനെ കാണാൻ 2 ദിവസം മുമ്പ് വന്നുള്ളായിരുന്നു. ഇവന് വിശ്വാസമില്ല ഈ യേശു ഉയർപ്പിച്ച ലാസറാണെന്ന്. ഇവന് വിശ്വാസമില്ല. 2 പേരെ കൂടെ കണ്ടാലേ അവന് വിശ്വാസം വരും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേച്ചു.
ഒരുമിച്ച ആള് തന്നെയാണത്. മനസ്സിലായോ? ഇതുപോലെ അവിശ്വാസിയായ ചിലതിനെ നേടാൻ വേണ്ടിയാണ് യേശു കൂടുതൽ സ്നേഹിച്ചിട്ടത്. കൂടുതൽ സ്നേഹിക്കുന്നെങ്കിൽ മനസ്സിലായിക്കോണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അന്നേരം ഉത്തരം തരാൻ വേണ്ടിയല്ല, നിങ്ങൾ ആളയക്കുമ്പോൾ ഇനി ഇറങ്ങി വരാൻ വേണ്ടിയല്ല, നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ മൊത്തം പൂർത്തിയാക്കി തരാൻ വേണ്ടിയല്ല, മറിച്ച് അവന് സാധാരണക്കാരെ കൊണ്ട് നേടാൻ കഴിയാത്ത ചിലരുണ്ട്, അവരെ നേടാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ഒരേ ഒരു പദ്ധതി ഇതേ ഉള്ളൂ ഇവിടെ ലോകത്ത്. ക്രിസ്തുവിന് ലോകത്തുള്ള പാപികളെ സ്നേഹിക്കണം, അവരെ തൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കണം. ഇത് നമ്മളുടെ ജീവിത പദ്ധതി തന്നെ മനസ്സിലാക്കണം, ഒരിക്കലും വിട്ടുപോകരുത് അതിനകത്ത്. അതാണ് നമ്മുടെ ശരിയായ പദ്ധതി. ദൈവത്തിന് സ്വാഗതം. ഇനി ഞാനൊരു പ്രധാന വിഷയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 തിമോഥെയോസ് 2:12 മുതൽ 15 വരെയുള്ള വാക്യം. ഏറ്റവും അധികം സഭകളിൽ ഈ വർഗീയ പ്രശ്നം ഉണ്ടാകുമ്പോൾ വായിക്കപ്പെടുന്ന 2 വാക്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ചു. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ ആദ്യം വായിച്ചത് മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാനല്ല പൗലോസ് പറയാണ്, ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആരാ അനുവദിക്കാത്തത്? പൗലോസാണ് അനുവദിക്കാത്തത്. എന്ത് ചെയ്യാൻ അനുവദിക്കുന്നില്ല? അധികാരം നടത്തുവാൻ അനുവദിക്കുന്നില്ല. വേറെ ആർക്കെങ്കിലും അധികാരം കൊടുത്തതായിട്ട് അറിയാമോ? സംശയമുണ്ട് എഴുതിയിട്ടോ. G831 ആണ് ഗ്രീക്ക് ഭാഷയിലെ ഡിക്ഷണറി നമ്പർ. G831. വേദപുസ്തകത്തിൽ വേറെ ഒരു സ്ഥലത്തും ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പിന്നെയും ചോദിക്കുക, ഈ അധികാരം വേറെ എവിടെങ്കിലും ആർക്കെങ്കിലും കൊടുത്തതായിട്ട് അറിയാമോ? പോരാ. ഈ വാക്ക് വേദപുസ്തകത്തിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. ഈ അധികാരം വേറെ ആർക്കെങ്കിലും കൊടുത്തതായിട്ട് അറിയാമോ? എന്നിട്ട് പോരാ. വേദപുസ്തകത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല സഹോദരങ്ങളെ. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ അധികാരം കൊടുക്കും? കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് ഉപയോഗിക്കത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ? ഈ അധികാരം ദൈവസഭയിൽ അധികാരം ആർക്കേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്നവരാരാ? ജോലിക്കാരാ. ഈ ശുശ്രൂഷ മേമ്പടി ഒന്നും ചേർക്കണ്ട. ജോലിക്കാരനാ. ആത്മീയമായ ശുശ്രൂഷ അനുഭവിക്കാൻ വരുന്നവരുടെ ജോലിക്കാരനാണ് ഇവിടെ നിൽക്കുന്നത്. അവരെ നേതാവല്ല, അവരുടെ അധികാരിയല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ചരിത്രം കൂടെ പറഞ്ഞിട്ടോ. തിമോത്തിയോസ് എഫെസോസിലേക്ക് പോകുമ്പോഴാണ് എഴുത്തെഴുതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു വിടുന്നത്. അർത്തമിസ് ദേവിയുടെ ആരാധന നടന്ന സ്ഥലം. അർത്തമിസ് ദേവിയുടെ ആരാധനയിൽ ഏറ്റവും അധികം പൗരോഹിത്യവും പങ്കാളിത്തവും ഉള്ളത് സ്ത്രീകൾക്ക്. സകല ശുശ്രൂഷകളുടെയും അധികാരമുള്ളത് സ്ത്രീകൾക്ക്. ദൈവം സ്ത്രീലിംഗം അല്ലെങ്കിൽ സ്ത്രീ രൂപം. പ്രസക്തി മനസ്സിലായോ? ഞാൻ അതിനകത്തുനിന്നൊന്നും വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് കൊരിന്ത്യയിൽ ആണ് മറ്റൊരു വാക്യമുള്ളത്. അതുകൊണ്ട് അതുകൂടെ പറയാം. കൊരിന്ത്യയിലും ഇതുപോലെ ദേവീ ആരാധനകളും അവിടെ സ്ത്രീകൾ ആരാധനാ കർമ്മം നടത്തുന്നവരുമാണുള്ളത്. അവിടെയാണ് കർമ്മം നടത്തുന്നവർക്ക് ആ കർമ്മം അനുഭവിക്കാൻ വരുന്നവരുടെ മേൽ അധികാരമുള്ളത്. ദൈവസഭയിൽ ആർക്കും ആരുടെ മേലും അധികാരമില്ല. അധികാരം എവിടെയുള്ളൂ? അവിടെയുള്ളൂ. ദൈവസഭയിൽ ആർക്കും അധികാരമില്ല.
ഒരുവിധം മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? നോസ്റ്റിക്കുകളുടെ ഗ്രൂപ്പുകളിൽ അവിടെയും നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സങ്കര മതം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവിടെയും സ്ത്രീകൾ അധികാരം നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ വായിച്ച വാക്യത്തിന്റെ 12ാമത്തെ വാക്യത്തിന്റെ ഭാഗം മനസ്സിലായി കാണും. സ്ത്രീകളെ ആരനുവദിക്കുന്നില്ല? ഞാൻ അനുവദിക്കുന്നില്ല. ഇതിന് 2 വ്യാഖ്യാനമുണ്ട്. പൗലോസ് അനുവദിച്ചില്ലെങ്കിൽ മറ്റൊരു സാധ്യത, വെറുതെ ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഉപദേശമല്ല. ഇതിന്റെ വ്യാഖ്യാനം നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുത്താൽ മതി. വേറൊരു അപ്പോസ്തലൻ അനുവദിച്ചിരിക്കാം, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ അനുവദിക്കുന്നില്ല. ഒരു സാധ്യത. രണ്ടാമത്തത്, മറ്റൊരു അപ്പോസ്തലന് വീണ്ടും അനുവദിക്കാതിരിക്കാം എന്ന് പറഞ്ഞാൽ മറ്റൊരു അപ്പോസ്തലന് ഇതേപോലെയുള്ള പ്രാദേശിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങളിത് എടുക്കുകയൊന്നും വേണ്ട, നിങ്ങൾ ചിന്തിച്ച് മാത്രം വെച്ചാൽ മതി. സമയം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് യോഗ്യം ഏതാണെന്ന് തോന്നിയാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതിനുവേണ്ടി ഇതങ്ങോട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി അടുത്തൊരു പ്രധാന പ്രശ്നമാണ് അടുത്ത വാക്യം. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ജനനത്തിൽ യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ആദ്യം ജനിക്കുന്നവന് പ്രത്യേകതയുണ്ട്, അവന് അവകാശം കൂടുതലുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സൃഷ്ടിയുടെ 2 ഭാഗമായ ഏതെങ്കിലും ഒരു ഭാഗത്തിന് സൃഷ്ടിയുടെ ഓർഡറിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേകത ലഭിക്കുന്നുണ്ടോ? മനസ്സിലായില്ല. ദൈവം സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. 2 പേര്, ജോസും സെറിനും. ജോസിനെ ആദ്യം സൃഷ്ടിച്ചു. അതുകൊണ്ട് മാത്രം ജോസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. എന്തെങ്കിലും ആരോപിക്കാനുണ്ടോ വേദപുസ്തക പ്രകാരമായിട്ട്? ഉണ്ടെങ്കിൽ പറ. പൗലോസ് ഈ പറഞ്ഞ വാക്യപ്രകാരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള നടന്നവനാ ഞാനും. ആദ്യം സൃഷ്ടിച്ചത് കൊണ്ട് ആദാമിന് പ്രത്യേകത ഉണ്ടെന്ന് ചിന്തിച്ച് നടന്നവനാ ഞാൻ. ഞാനെന്ന് പറയാൻ വലിയ ശ്രേഷ്ഠമൊന്നുമില്ല, നിങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യൻ. മനസ്സിലാവുന്നുണ്ടോ? ആദാമിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇല്ലയോ അത് നിങ്ങളുടെ ചിന്തയെ തന്നെ ഇരുന്നോട്ട്. ഞാൻ അതിനൊരു തീർപ്പ് കൽപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ആദ്യം പാപം ചെയ്തവന് കൂടുതൽ ശിക്ഷയും രണ്ടാമത് പാപം ചെയ്തവന് കുറഞ്ഞ ശിക്ഷയും ഉണ്ടോ? എങ്കിൽ അടുത്ത വാക്യം അതാണ്. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാകപ്പെട്ടത്. ആ വാക്യം അങ്ങനെ ഒരു ഓർഡറിൽ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ഓർഡറിൽ പാപം ചെയ്തത് കൊണ്ട് ശിക്ഷയുടെ ഐറ്റത്തിൽ വ്യത്യാസം ഉണ്ടെന്നല്ലോ ഉണ്ടോ? ആണോ? ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? സ്ത്രീയോട് പറഞ്ഞാണ് 3:14. അതെ. മതി. അവിടെ അടുത്ത വാക്യം വായിക്കാം. സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാൽ സീഡ് ഓഫ് വുമൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാത്താന്റെ തല തകർക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത സീഡ് സ്ത്രീയിൽ നിന്നാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് മറിയം. സീഡ് ഓഫ് വുമൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യം കൂടെ. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും,
നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മതി. ഭർത്താവ് ഭരിക്കാത്ത വീടുകളുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങളിപ്പോഴും ശാപത്തിൻ്റെ കീഴിലാണ്. ക്രിസ്തുവിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അല്ലാന്ന് തോന്നുന്നുണ്ടോ? ഇത് ശാപത്തിൽ പറഞ്ഞ വാക്കല്ലാന്ന് തോന്നുന്നുണ്ടോ? അതിനു മുമ്പ് അവർ ഒരുമിച്ചല്ലായിരുന്നു ഏതോ തോട്ടത്തിൽ വല്ലതും പറഞ്ഞായിരുന്നോ? അവൻ നിന്നെ ഭരിക്കുമെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? സൃഷ്ടിയിലെ ഓർഡറിലും പാപത്തിന്റെ ഓർഡറിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ വെച്ചോ. പക്ഷേ ഞാൻ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ തലയിലോട്ട് അങ്ങ് തരുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടം പോലെ തിരഞ്ഞെടുത്തു. ഞാൻ ഇതിനകത്തൊരു തീരുമാനം പറയുമ്പോൾ അത് എൻ്റേതാവുന്നുണ്ടല്ലോ. അത് വേണ്ട. നിങ്ങളുടെ തീരുമാനം ലോജിക്കലായിട്ട് വന്നാൽ മതി. അത് കൃത്യസ്ഥലത്ത് വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഇനി അടുത്ത അവസാനത്തെ വാക്യം അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് വായിക്കാം. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു കൊടുത്ത വിലയിൽ മൊത്തം ജോസിന്റെ കടം തീർന്നു, സെറിന്റെ കടം തീർന്നില്ല. അതോ? ഉറപ്പാണോ? ഉറപ്പാണോ? അതോ സെറിൻ പിന്നെ കടം വീട്ടണോ? പിന്നെ മാറി പറയരുത്. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ പറയുക. അങ്ങനെയാണെങ്കിൽ രക്ഷയ്ക്കായിട്ടൊരു അധിക പ്രവൃത്തി സ്ത്രീക്ക് വേണ്ട. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഉറപ്പായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ കൊലോസ്യലേഖനം പഠിച്ചതുകൊണ്ടാണ്. കാര്യം എത്ര വ്യക്തമായിട്ട് ക്രിസ്തുവിൻ്റെ വിലയെ ഉയർത്തി കാണിച്ച ഒരാള് അതിൻ്റെ വിലയെ താഴ്ത്തി കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതത്തില്ലെന്നുള്ളത് ഉറപ്പാണ്. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഉദ്ദേശം അതിന് കാണും. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ലായിരിക്കും, ആ കാലഘട്ടത്തിലുള്ളവർക്ക് മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ ഇവിടെ ഈ വാക്യത്തിൽ? എന്ന് പറഞ്ഞാൽ സ്ത്രീക്കായിട്ട് അവൾ പിന്നെയും പ്രവൃത്തി ചെയ്താലേ രക്ഷ പ്രാപിക്കൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് അതെത്താൻ പോകുന്നത് നമ്മൾ വായിക്കുന്ന അർത്ഥത്തിനടുത്താണ്. ഒരിക്കലുമല്ല. ഈ ധാരണ അടിച്ചേൽപ്പിക്കാൻ താല്പര്യം ആർക്കാ? നിങ്ങളെ ശാപത്തിൻ കീഴാക്കി ഭരിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, സഭയിൽ നിങ്ങളെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന സുവിശേഷ വില എന്തൊക്കെയാണ്? തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും കഞ്ഞി വെക്കുന്നതും ആണെന്ന് യേശുക്രിസ്തു പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന വേലക്കള്ളന്മാരാണ്. ശിശുമാരെയൊക്കെ തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ അപ്പോസ്റ്റലിനൊക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വാദങ്ങളാണ്. കാരണം യേശുക്രിസ്തു 12 അപ്പോസ്റ്റലന്മാർ ആണുങ്ങളെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളതാണ് ഏറ്റവും വലിയ വാദം. അതുകൊണ്ട് തന്നെ അവർ ആ കാര്യങ്ങളിൽ ഭയങ്കര ആത്മീയത വളരെ കൃത്യമായിട്ട് യേശുവിനെ പിന്തുടരാം. 12 പേര് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളെങ്കിലും കള്ളനാണെന്ന് അവർ ഉറപ്പ് വരുത്തിയിരിക്കും. കാര്യം യേശുക്രിസ്തു ചെയ്ത പോലെ ചെയ്തേ പോകും. ഇത്രയും അറിവുള്ള യേശുക്രിസ്തു അറിഞ്ഞുകൊണ്ട് ഒരു കള്ളനെ എടുത്തെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു കള്ളനെ എടുത്തിരിക്കണം. എന്നാലും ഒരു സ്ത്രീ ഒരിക്കലും പാടില്ല. നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രോബ്ലവും ഈ കാര്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ അതിൻ്റെ ഒരു അപകർഷതയ്ക്ക് ഓപ്പോസിറ്റ് എന്താണ് പറയുന്നത്? അറിയില്ലല്ലേ? കോൺഫിഡൻസ് എന്ന് പറയാം. ഈ കോൺഫിഡൻസ് തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു നല്ല ജോലി പരിചയം ലഭിച്ചാൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അത്യാവശ്യം 10-20 ദിനാർ ബാങ്ക് അക്കൗണ്ടിൽ കിടന്നാൽ ഒന്ന് വിശന്നാൽ ഭയം വരാതിരിക്കത്തില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ എല്ലാ മനുഷ്യനും ഉണ്ടാകുന്ന സാധാരണ അത്യാവശ്യം ഉണ്ടാകുന്ന കോൺഫിഡൻസുകളാണ്. മനസ്സിലായില്ലേ? ഒരു സ്ത്രീക്കും തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ടാകും. അവര് ശാപത്തിൻ കീഴിൽ ഭരിക്കപ്പെടാനല്ല ആത്മീയ കൂട്ടായ്മയിലേക്ക് വരുന്നത്.
ഈ വിവേചനങ്ങൾ ഇന്നും നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ഈ കൂട്ടം ഇതിനകത്തുനിന്ന് തെറ്റിപ്പോകാൻ ഇടയാകുന്നത്. അതിനുവേണ്ടി അവർ ആകർഷകമായ പല മാർഗങ്ങളും സ്വീകരിക്കും. LGBTQ അവർ പോകുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. എൻ്റെ ഓരോ സംഭാഷണങ്ങളെയും വാചകങ്ങളും നിങ്ങൾ ഓരോ തവണയും സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. ചില കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് പറയുന്നതൊന്നും നിങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല. കാര്യം അവർക്ക് അതിൽ താല്പര്യം തോന്നാൻ കാരണമുണ്ട്. ഒരു വിവാഹ ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമെന്ന് അവർക്ക് അത് തോന്നാൻ കാരണമുണ്ട്. അത് തോന്നിപ്പിക്കുന്നത് ഈ ബാക്കി സമൂഹം തന്നെയാണ്. ഇന്ന് വിവാഹിതരായി ഒരു 10 വർഷം പിന്നിട്ട 10 സ്ത്രീകളെ 10 ദിവസം വൈകുന്നേരം വെറുതെ ഒന്ന് കണ്ടൊരു ഹലോ പറഞ്ഞേച്ച് പോയാൽ ആ പോകുന്നത് കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നുമോ? തോന്നുന്നാ പറയുന്നത്. ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയെ തകർത്തുകൊണ്ടിരിക്കുക. ഒരു കുടുംബം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ആ കുടുംബത്തിലൂടെ ദൈവം മനുഷ്യന് വേണ്ടി വെച്ച മാതൃക, റിലേഷൻഷിപ്പിൻ്റെ മാതൃക ഈ ലോകത്ത് കാണിക്കണം എന്നുള്ള പദ്ധതി, ഈ മാതൃകകൾ കണ്ടിട്ട് അനേകർ ക്രിസ്തുവിലേക്ക് വരണം എന്നുള്ള പദ്ധതി, ഇതെല്ലാം പല വിധത്തിലൂടെ പിശാച് തകർത്തുകൊണ്ടിരിക്കുക. ഇത് തിരിച്ചറിഞ്ഞാലും അറിഞ്ഞില്ല എന്നുള്ള ഭാവേന നേതൃത്വവും സഭയും മുന്നോട്ട് അവരവരുടെ കുംഭം മാത്രം വീർപ്പിച്ചു കൊണ്ട് പോകണം എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് ചിലർക്ക് തോന്നും ഞാൻ സമത്വം ഒന്നൊന്നുമല്ല. ദൈവം പറഞ്ഞിട്ടുള്ള യോഗ്യമായിട്ടുള്ള ബഹുമാനം ഏതൊരു വ്യക്തിക്കും ലഭിക്കേണ്ടതാണ്. യേശു ക്രിസ്തു ഇവിടെ പൗരോഹിത്യം പ്രത്യേകിച്ച് സ്ഥാപിച്ചിട്ടല്ല പോയത്. ഇവിടെ കുർബാന ക്രമം സ്ഥാപിച്ചിട്ടല്ല പോയത്. ഇവിടെ അധികാരക്രമം സ്ഥാപിച്ചിട്ടല്ല പോയത്. ഇന്ന് ദൈവസഭയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല. കുറേ സ്ഥലത്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കും, കുറേ സ്ഥലത്ത് മനപ്പാടമാക്കി കൊടുക്കും. പുസ്തകങ്ങളുണ്ടില്ല എന്നൊന്നുമല്ല. ചർച്ച പോലെ തന്നെ കുഞ്ഞമ്മ പാസ്റ്റർ ആരാധന ഈ ശുശ്രൂഷ ക്രമങ്ങൾക്ക് വേണ്ടിയുള്ള പുസ്തകം ഇറക്കിയിട്ടുണ്ട്. IPCയിൽ വേറെ ഒരു പാസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ നേരത്തെ. ദൈവത്തെ വിശ്വസിച്ച് വരുന്ന കൂട്ടം മുൻമതികളില്ലാതെ പരസ്പരം ഇടപെടുന്നൊരു സമൂഹമായി മാറണം. മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന എല്ലാത്തരം ചിന്താഗതികൾക്കും അവസാനമുള്ള സ്ഥലമായി മാറണം യേശുക്രിസ്തുവിൻ്റെ പാദപീഠം. ഒരു മനുഷ്യനും അവഗണിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറും. അതിനുവേണ്ടി ഏത് നിയമം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നോ അതെല്ലാം ഹീനമായ പ്രവൃത്തികളാണ്. എനിക്കറിയാം, നമ്മളിന്ന് വായിച്ച വാക്യങ്ങൾ നിങ്ങൾ ഇന്ന് ഇതിനു മുമ്പ് വ്യാഖ്യാനിച്ച് കേട്ടത് ഇങ്ങനൊന്നുമല്ല. കാര്യം ഇതുകൊണ്ടൊക്കെ മനുഷ്യന് പലവിധമായ ഉദ്ദേശങ്ങളുണ്ട്. എനിക്കറിയാം അനേകം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവണം. കാര്യം നമ്മൾ വലിയൊരു പാരമ്പര്യത്തെയാണ് അവഗണിക്കാൻ ശ്രമിക്കുന്നത്. കുറഞ്ഞത് ഒരു 150-200 വർഷം കൊണ്ടെങ്കിലും ആചരിച്ചു പോകുന്ന വസ്തുതകളെയാണ് നമ്മൾ വേണ്ടാന്ന് പറയുന്നത്. ഇതിന് പ്രധാന കാരണം നാം ഇനി വരുന്ന തലമുറകളെ ഇതിനകത്ത് നിർത്താൻ ഉള്ള ബാധ്യസ്ഥത നമുക്കുണ്ട്. അതിനുവേണ്ടി ദൈവികമായ വിശുദ്ധിയെ ഒഴിച്ചു കളയണമെന്നോ അതിനെ നീക്കിക്കളയണമെന്നോ ഒരിക്കലെന്നോ ഞാൻ ആവശ്യപ്പെടുത്തില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന വിശുദ്ധിയൊന്നും അല്ല വിശുദ്ധി എന്നുള്ളത് ഉറപ്പാണ്. വിശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ എൻ്റെ ദൈവത്തെ പിൻപറ്റിയിട്ട് ഞാനൊരു വിശുദ്ധിയുടെ പ്രമാണം ഞാൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ. എൻ്റെ കൂട്ടായ്മയിൽ വരുന്ന 99 പേരും ആ വിശുദ്ധി ചെയ്തില്ലെങ്കിലും എനിക്കൊരു പ്രയാസവും തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ അത് എനിക്ക് വിശുദ്ധിയുടെ പ്രമാണമാണ്.
അതല്ല, ഞാൻ പോത്തിറച്ചി കഴിക്കുന്നില്ല, എൻ്റെ കൂട്ടായ്മയിലുള്ള മുഴുവൻ പേരും കഴിക്കുന്നു, എനിക്ക് അവരെക്കുറിച്ച് മുഴുവൻ വിമർശനം ഉണ്ടെങ്കിൽ ഞാൻ വിശുദ്ധിയുടെ പ്രമാണമൊന്നും അല്ല ചെയ്യുന്നത്. ഞാൻ വേർപാടിന് വേണ്ടി അല്ല അത് ചെയ്യുന്നത്. ഞാൻ വേർപാടിന് വേണ്ടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ 99 പേരും ചെയ്തില്ലെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടാകും. കാരണം ഞാനൊരു പ്രയാസത്തോടല്ല അത് ചെയ്തേക്കുന്നത്. കാരണം ഇതിലും വലിയ ഒരു സംഗതിയെ മുന്നിൽ കണ്ട് ആ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പോത്തിറച്ചി കഴിയുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു 2-3 മാസമെങ്കിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയണം. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ചര്യകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ ഒരു 3 മാസം ഒരു തകർത്ത സന്തോഷത്തിൻ്റെ ദിനചര്യകൾ അവിടെ കാണും. പുരുഷന്മാരാണെങ്കിൽ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. എന്തായാലും കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇതിനെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്, ഇതിനെയാണ് വേർപാടെന്ന് പറയുന്നത്. അതല്ല വേറൊരാൾ അടിച്ചേൽപ്പിക്കുന്ന സംഗതി. എനിക്ക് വേർപാടൊന്നും ആവത്തില്ല, അത് കൽപ്പന. ഞാൻ പിന്നെ അടിമത്തത്തിലോട്ട് പോയി. എൻ്റെ പാസ്റ്റർ പറയടാ നീ ദിവസം ഒരു ഷോൾ ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ കൽപ്പനയായി. അത് ഞാൻ ചെയ്ത അടിമത്തത്തിലോട്ട് ഞാനും പോയി. അദ്ദേഹം മോശെ, ഞാൻ ഇസ്രായേൽ ജനമായി. യേശുക്രിസ്തുവിൻ്റെ മോൻ എവിടെ കിടക്കുന്നു? അത് പിന്നെയും ദൂരെയാ. അടിമത്തത്തിലോട്ട് പോകരുത്. നമ്മളെ അതിനുവേണ്ടി വിളിച്ചവരാണ്. ക്രിസ്തുവിൽ നമ്മൾ സ്വതന്ത്രരാണ്. ദൈവത്തിന് സ്വാതന്ത്ര്യം. എനിക്കറിയാം വലിയൊരു കൺഫ്യൂഷൻ മാത്രം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. സാരമില്ല, അത്രയും ഉണ്ടായെങ്കിൽ ഞാൻ സംതൃപ്തനാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സംഗതി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. ദൈവത്തിന് സ്വാഗതം. ദൈവസഭയെ നിലനിർത്താൻ, യേശുക്രിസ്തുവിൻ്റെ കാഹളത്തോളം ഇതിനെ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ആണ് ദൈവം അതിനായി